കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഒരു പ്രത്യേക സബ്ജക്റ്റുമായിട്ടാണ് ഞങ്ങളുടെ മാന്യ സ്നേഹിതരുടെ മുൻപിൽ ഈ ഗ്രൂപ്പിലൂടെ ACNDSD എന്ന ഗ്രൂപ്പിലൂടെ ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവ് ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കനുസരണമായി ഈ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സത്യം തുറന്നു പറയുക എന്നുള്ളതാണ്. ആരുടെയും മുഖം നോക്കാതെ. ചിലപ്പോൾ ഞങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് അത് വളരെ അവരുടേതായിട്ടുള്ള ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒന്നായി തോന്നുന്നുവെങ്കിലും ഞങ്ങളുടെ ലക്ഷ്യം കർത്താവ് പ്രസാദിക്കുക, സത്യം മറ്റുള്ളവരെ അറിയുക എന്നുള്ളതാണ്. ആ നിലയിൽ ഞങ്ങൾ ഇന്ന് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന വിഷയം റീന അലക്സ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു സ്നാനത്തിന്റെ ഒരു വീഡിയോ ഇട്ടു. കുറച്ചു നാളുകളായി റീന അലക്സിന്റെ വീഡിയോകൾ ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. പിന്നെ ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നു. ഞങ്ങൾക്ക് പലരും ഇട്ടു തന്നു, ഞങ്ങളത് ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നു. അത് കണ്ടപ്പോൾ രണ്ടു വാക്ക് പറയുന്നത്, ഞങ്ങൾ നിൽക്കുന്ന ഈ ഗ്രൂപ്പിന്, അതുപോലെ തന്നെ ഞങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുന്ന പലരുമുണ്ട്. നാളെ ഞങ്ങളോട് അവരും ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് ഇതിനൊരു മറുപടി പറഞ്ഞില്ല എന്നുള്ള ചോദ്യം ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഞങ്ങളൊന്ന് സംസാരിക്കുകയാണ്. റീന അലക്സ് എന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം ഇടക്കാലം കൊണ്ട് പേര് മാറ്റി എന്ന് കേട്ടു. റീന ഫ്രാൻസിസ് എന്നാക്കിയെന്ന് കേട്ടു. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള വിഷയമാണ്, ഞങ്ങളുടെ വിഷയമല്ല. എങ്കിലും റീന അലക്സ് എന്ന് പറഞ്ഞു വന്ന് അങ്ങനെ സാധാരണ പറയുകയുള്ളൂ. എന്തു ആയിക്കോട്ടെ, റീന ഏതായിരുന്നാലും ഒരു സ്നാനം നടത്തി. ആ സ്നാനം തികച്ചും അപ്പോസ്തോലിക ഉപദേശത്തിന് വിരുദ്ധമായിട്ട് ചെയ്ത ഒന്നാണെന്നാണ് പ്രാരംഭത്തിൽ ഞങ്ങൾ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പോസ്തോലിക നടപടി പ്രകാരമല്ല അവിടെ നടന്ന സ്നാനം. അവിടെ നടന്ന ഒരു കാര്യത്തിൽ ഞങ്ങൾ യോജിക്കുന്നു. യേശുക്രിസ്തു അല്ലെങ്കിൽ യഹോശുവ മശിഹയുടെ നാമത്തിൽ സ്നാനം നടത്തി. എന്നാൽ നടത്തിയ വിധം തികച്ചും ദൈവികമല്ല എന്ന് ഞങ്ങൾ വ്യക്തമാക്കുകയാണ്. കാരണം ഒടുവിലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഒരു കാലത്ത് ഞങ്ങളുടെ ഒരു ബ്രദർ ചോദിച്ചു, എന്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം ശരിയാണെന്ന് പഠിപ്പിച്ചിട്ട് റീന എന്തുകൊണ്ട് സ്നാനപ്പെടുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ, അതിന് ആ റീനയെ സ്നാനപ്പെടുത്തുവാൻ ഉള്ള ഒരു വ്യക്തിയെ തിരയുകയാണ്. അതിന് യോഗ്യതയുള്ളൊരു വ്യക്തി വരുമ്പോൾ സ്നാനപ്പെടും എന്ന് അന്ന് പറഞ്ഞിരുന്നു. അപ്പോ അവിടെ നടന്ന ഈ സ്നാനം വാസ്തവത്തിൽ തിരിച്ചും മറിച്ചും പെടുത്തുക. നിങ്ങളിൽ പ്രത്യേകിച്ച് തൃത്വ സ്നേഹിതരായിരിക്കുന്ന ഞങ്ങളുടെ പല സ്നേഹിതരും ഞങ്ങൾ നടത്തുന്ന സ്നാനങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസവും സ്നാനം നടത്തി. ഞങ്ങൾ അങ്ങനെ ഒരു സ്നാനം നടത്തുകയില്ല. ഒടുവിലാണ് നമുക്ക് മനസ്സിലായത്, ആ സ്നാനപ്പെടുത്തിയ അവസാനം അദ്ദേഹത്തെ ഒരു പെൺകുട്ടിയാണ് സ്നാനപ്പെടുത്തിയത്, തലയെ കൈവച്ച്. അതൊക്കെ വചനത്തിന് വിരുദ്ധമാണ്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ ഒരു വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. 1 തീമോഥെയോസ് 2-ാം അധ്യായം 2:12 ഇങ്ങനെ വായിക്കുന്നു: മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല.
പുരുഷന്റെ തലയിൽ കൈവെക്കാനായിട്ട് സ്ത്രീകൾക്ക് അനുവാദം ബൈബിൾ പ്രകാരമില്ല. അപ്പോൾ ആ റീനയുടെ വാക്കിൻ പ്രകാരം ഭാര്യയാണ് എന്ന് തോന്നുന്നു, ഭാര്യയും ഭർത്താവുമാണെന്ന് തോന്നുന്നു. ഭർത്താവ് തലയാണ്. തലയുടെ മേൽ കൈവച്ച് അധികാരപ്പെടുത്താനുള്ള അധികാരം ആ പെൺകുട്ടിക്കില്ല. അതിനെ പ്രേരിപ്പിക്കുവാനുള്ള അധികാരം ഈ റീനയ്ക്കുമില്ല. അപ്പൊ ആത്മാവ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആത്മാവ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കണം. ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ ഒന്ന് ശോധന ചെയ്യണം എന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. സ്നാനത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ഗൗരവമില്ലാതെ അതിൻ്റെതായിട്ടുള്ള വില കൽപ്പിക്കാതെ നടന്ന ഒരു കുഞ്ഞുകളി പോലെ. നമുക്കറിയാം, തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. എന്റെ സ്നേഹിതരായി നിങ്ങൾ അത് കേട്ടിട്ടുണ്ട് ആ വാക്യം. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. എത്ര വളരെ ലാഘവത്തോടെയാണ് ഒരു സ്നാന ശുശ്രൂഷ എന്ന് പറഞ്ഞ് ദൈവിക ശുശ്രൂഷ നടത്തുന്നു. അതുകൂടാതെ അവരെ പ്രേരിപ്പിക്കുക, കുഴപ്പമില്ല, നടത്തിക്കോ, നിങ്ങൾ നടത്തിക്കോ, നീ പിന്നെ സ്നാനപ്പെടുത്തരുത്, നീ സ്നാനപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞ് ഈ അധികാരം എവിടെ കിട്ടിയതാ? വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഞാനൊന്ന് വായിക്കാൻ താല്പര്യപ്പെടുക. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. സാധാരണ അല്പമെങ്കിലും മാന്യതയുള്ളവര് ആ വാക്യം നിഷേധിക്കുകയില്ല എന്ന് എനിക്കറിയാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പൊ അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ദൈവസഭയ്ക്ക് ദൈവം വെച്ചിരിക്കുന്ന അധികാരമാണ് ഇവിടെ നമ്മൾ വായിച്ച വാക്യങ്ങൾ. ഒരു ഇടയനുണ്ട്. അപ്പോഴാണ് ഈ റീന എന്ന് പറയുന്ന ഈ പെൺകുട്ടി പറയുന്നത്, നമ്മള് പാസ്റ്റർമാരെ ഒന്നും നോക്കണ്ട, അത് നാളുകളായി അത് ആ പെൺകുട്ടി പ്രസംഗിച്ചു നടക്കുന്ന ഒന്നാണത്. പാസ്റ്റർമാരെ ഒന്നും മാനിക്കണ്ട, പാസ്റ്റർമാരെല്ലാം ദ്രവ്യാഗ്രഹിയാണ്, ദശാംശത്തിന് വേണ്ടി നടക്കുന്നതാണ്, അവരെ ഒന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കുന്ന ധാരാളം വീഡിയോകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരുപക്ഷെ കുറച്ചുപേര് ദ്രവ്യാഗ്രഹത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും ഒക്കെ നടക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഒരു കൂട്ടം പാസ്റ്റേഴ്സ് ബൈബിൾ പ്രകാരം പാസ്റ്റർമാരെ പറയുന്നുണ്ട്. ഒരു കൂട്ടം പാസ്റ്റർമാരെ ദൈവം നിയമിച്ചത് കൊണ്ടാണ് ഈ ലോകത്ത് സുവിശേഷ പ്രവർത്തനം നടക്കുന്നത്. അതിൽ ചിലതൊക്കെ തെറ്റായിട്ടുള്ള നിലകളിലൂടെ സഞ്ചരിക്കുന്നവരുണ്ടാകാം, ഉണ്ട്. അതുകൊണ്ട് എല്ലാവരെയും അടച്ച് പാസ്റ്റർമാര് അത് ചെയ്യേണ്ട കാര്യമില്ല. ഭാര്യയ്ക്ക് വേണമെങ്കിൽ ഭർത്താവിനെ സ്നാനപ്പെടുത്താം, ഭർത്താവിന് വേണമെങ്കിൽ ഭാര്യയ്ക്ക് സ്നാനപ്പെടുത്താം, മക്കൾക്ക് വേണമെങ്കിൽ അപ്പനെ സ്നാനപ്പെടുത്താം എന്ന് പറഞ്ഞാൽ ഒരു അഴിഞ്ഞ പുസ്തകം പോലെ, ഒരു ഓർഡറും ഇല്ലാത്ത എന്തുമാകാം എന്നുള്ള ഒരു നിലയിലേക്കുള്ള ഈ പോക്ക് ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ അല്ല എന്ന് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും. ദൈവസഭയിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഇങ്ങനെയാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായി ദൈവം നിയമിച്ചിരിക്കുമ്പോൾ ഇടയന്മാരെയും നോക്കണ്ട, പാസ്റ്റർമാരെയും നോക്കണ്ട എന്ന് പറയുന്ന അഹങ്കാരം എവിടെ നിന്ന് വരുന്നു? ഈ ആത്മാവ് എവിടെ നിന്ന് വരുന്നുവെന്ന് ഈ പെൺകുട്ടിയെ പിൻപറ്റുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാ. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ യാത്ര വലിയ ദുരന്തത്തിലേക്കും
വലിയ അപകടത്തിലേക്കും ആയിരിക്കും എന്നൊരു മുന്നറിയിപ്പ് തരിക. ഞങ്ങൾക്ക് ആ റീനയോട് യാതൊരു വൈരാഗ്യവുമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം എന്താണെന്നും അതിൽ നടത്തപ്പെടുന്ന അപ്പോസ്തോലിക ക്രമപ്രകാരമുള്ള സ്നാനം എങ്ങനെയാണെന്നും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനെ വെല്ലുവിളിക്കുവാൻ വേണ്ടി ഏതു സാത്താനിക ശക്തി ഇറങ്ങി വന്നാലും ഞങ്ങളുടെ ആയുസ് ഉള്ള കാലത്തോളം ഞങ്ങൾ അതിനെ ന്യായമായ രീതിയിൽ അതിന് മറുപടി കൊടുക്കുക ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ തീമോത്തിയോസിന്റെ ലേഖനത്തിൽ നമുക്ക് മറ്റൊരു കാര്യം, വാക്യം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, അവണ്ണം സ്ത്രീകളും കനശാലികളായി ഏഷണി പറയാതെ നിർമ്മതന്മാരും എല്ലാറ്റിനും വിശ്വസ്തരുമായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കനശാലികളായിരിക്കണമെന്ന്. ഒരു ദൈവത്തിന്റെ വചനത്തിൽ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഒരു ശുശ്രൂഷ നിറവേറ്റുമ്പോൾ നടത്തുന്ന ആ ഇളക്കം, നടത്തുമ്പോഴുള്ള ചിരി, സന്തോഷം കൊണ്ട് ചിരിക്കുന്നു എന്നാ പറയുന്നത്. യഥാർത്ഥത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്നു സ്നാനം എന്ന് പറഞ്ഞാല്, ബൈബിൾ പഠിപ്പിക്കുന്നത് അത് യേശു ക്രിസ്തുവിന്റെ മരണത്തിനും അടക്കത്തിനും പങ്കാളിയായിത്തീരുന്നത്, പാപമോചനത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച്, ഇത് ഗ്രഹിച്ച് ദൈവഭയത്തോട് ആ നദിയിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമുക്ക് മറ്റുള്ളവരെ, കാര്യം ഈ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ സത്യം അറിയാത്ത പെന്തക്കോസ്തുകാർ പോലും അവർ സ്നാനം നടത്തുമ്പോൾ വളരെ ഭയത്തോടെയാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾ മാനിക്കുന്നു. ദൈവഭയം അവർക്ക്, അവരുടെ ജീവിതത്തിലുള്ള ദൈവഭയം മാനിക്കുന്നു. ഇത് യാതൊരു മാന്യതയും ഇല്ലാതെ, യാതൊരു ദൈവഭയവും ഇല്ലാതെ നടത്തുന്ന ഒരു കുഞ്ഞുകളി പോലെ. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, അവർ തിന്നാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. ഇതൊക്കെ അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. ഇത് കണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ള ആരും ഇളകില്ല, അതിനാരും സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്താണ്, ദൈവവചനത്തെ ഭയപ്പെടുന്നവർക്ക് അവര്, ഉദാഹരണമായിട്ട് ചില കാര്യങ്ങള് ബൈബിളിലൂടെ നമ്മൾ വായിക്കുന്ന അവസരത്തില് 1 തീമോത്തിയോസ് 2:8 മുതൽ വായിക്കുമ്പോൾ, ആകയാൽ പുരുഷന്മാരെല്ലായിടവും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടി തങ്ങളെ അലങ്കരിക്കണം. സുബോധത്തോടു കൂടി അലങ്കരിക്കണം. ഞാൻ പലപ്പോഴും ഈ റീന എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ പ്രസംഗം കേൾക്കണ്ട എന്ന് ചിന്തിച്ചതിന്റെ കാരണം, ആ പെൺകുട്ടി കടന്നു വന്നിട്ട് പല വീഡിയോയ്ക്കകത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാം, ഇപ്പൊ എങ്ങനെയുണ്ട്, എന്റെ വസ്ത്രം എങ്ങനെയുണ്ട്, ഇപ്പൊ എനിക്ക് സൗന്ദര്യമുണ്ടോ, ഈ പ്രാവശ്യം ഈ സ്നാനത്തിന് മുമ്പ് നിങ്ങൾക്ക് എന്നെ ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് വരുന്നു. നമ്മളുടെ സൗന്ദര്യവും നമ്മുടെ പ്രൗഢിയും കാണിക്കാൻ വേണ്ടിയൊന്നുമില്ല സുവിശേഷം അറിയിക്കുന്നത്. മാന്യമായ വസ്ത്രം ധരിക്കണം എന്നുള്ളത് ദൈവവ്യവസ്ഥയാണ്. ആ വസ്ത്രത്തെ കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല സുവിശേഷം അറിയിക്കുന്നത്. ഞാൻ അഭിമാനിക്കുന്നുണ്ട്, ഇവിടുത്തെ പെന്തക്കോസ്തുകാരിൽ ചില സഹോദരിമാര് മാന്യമായ വസ്ത്രം ധരിച്ച് അവർ പ്രസംഗിക്കുന്നുണ്ട്. അവർ വന്ന് പരസ്യമായിട്ട്, എങ്ങനെയുണ്ട് ഇപ്പം എന്റെ വസ്ത്രം എങ്ങനെയുണ്ട്, എനിക്ക് സൗന്ദര്യമുണ്ടോ, ഇന്നലത്തേക്കാൾ സൗന്ദര്യമുണ്ടോ, ഇങ്ങനെയൊന്നും ചോദിക്കാറില്ല. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ കനശാലിത്വം അത് വളരെയധികം തകർത്ത് കളയാൻ വേണ്ടി സാത്താൻ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ അഭിപ്രായമുള്ളൂ. ഒരാൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടത് കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്നില്ല. യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നതിന് മുമ്പ് മാനസാന്തരപ്പെട്ടിരിക്കണം. മാനസാന്തരം പെട്ടവരുടെ പ്രവൃത്തി, അവരുടെ ചലനങ്ങൾ, അവരുടെ നീക്കങ്ങൾ, അവരുടെ ദൈവവചനത്തോട് കാണിക്കുന്ന, ദൈവിക ശുശ്രൂഷയോട് കാണിക്കുന്ന ആ ദൈവഭയം നമുക്ക് കാണുമ്പോൾ അറിയാം. നമുക്ക് ബൈബിളിലൂടെ ഒരു സ്ത്രീയെ കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ ആ വാക്യം നിങ്ങളുടെ മുൻപ് വായിച്ചു കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകത്തിലാണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഈ പിൻപറ്റുന്ന വ്യക്തികള്, വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം
നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ദൈവത്തെ ഭയപ്പെട്ട് അതോ മനുഷ്യനെ കാണിക്കുവാൻ വേണ്ടിയാണോ? കാരണം ഈ അന്ത്യകാലത്ത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പലരും രംഗത്ത് വരുന്നുണ്ട്. തൃത്തക്കാരിൽ പലരും രംഗത്ത് വരുന്നുണ്ട്. ഇവരെല്ലാം ഒറ്റയടിക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല. യേശു നാമത്തിന്റെ ഉപദേശം അവർ പറഞ്ഞതിന് ശേഷം അവസാനം ഏതെങ്കിലും ഒരു കുളത്തിൽ ചെന്ന് ചാടും, ഏതെങ്കിലും ഒരു ദുരുപദേശമായിട്ട് രംഗപ്രവേശനം ചെയ്യും. അതുകൊണ്ട് ന്യായമായി പ്രോത്സാഹനം കൊടുക്കേണ്ടതിനെ മാത്രമേ ഞങ്ങൾ പ്രോത്സാഹനം കൊടുക്കുകയുള്ളൂ. ഞങ്ങൾക്കറിയാം ദൈവവചനത്തിന്റെ വ്യവസ്ഥ എങ്ങനെ ഒരു വ്യക്തിയിലുള്ള ദൈവഭയത്തെ അവന് പ്രകടമാക്കുന്നത് കാണുമെന്ന് നമുക്കറിയാം. ഇപ്പം തന്നെ നമ്മുടെ ഈ റീന അലക്സ് പ്രസംഗിച്ച അല്ലെങ്കിൽ ആ നടത്തിയ സ്നാനം ചോദ്യം ചെയ്ത് അതിനെതിരായി എത്ര വീഡിയോ വന്നു. അപ്പൊ ഞങ്ങൾ കൊടുക്കേണ്ടത് ന്യായമാണ് എന്നുള്ളത് കൊണ്ട് കൊടുക്കുകയാണ് അതിന് മറുപടി. അത് ഞങ്ങൾ തികച്ചും ആ സ്നാനം, ആ നടത്തിയ സ്നാനം അപ്പോസ്തോലിക നടപടികളിൻ പ്രകാരമുള്ള ഒന്നല്ല. യേശുക്രിസ്തുവിന്റെ നാമം മാത്രം അവിടെ പറഞ്ഞത്, അല്ലെങ്കിൽ യഹോശുവ മശീഹയുടെ നാമം മാത്രം അവിടെ പറഞ്ഞത് ശരിയാണ്. അതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അത് നിഷേധിച്ച് പലരും വീഡിയോ ഇടുന്നുണ്ട്. പിതാവിന്റെ നാമം പിന്നെ അങ്ങനെയാണെങ്കിൽ 3 യേശു ഉണ്ടോ, പിതാവ് 3 യേശു ഉണ്ടോ, 3 ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിടുന്നുണ്ട്. അവർക്കാണ് 3 ദൈവം. ഞങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം ഏകനാണ്. ആ ഏകനായ ദൈവം 3 നിലകളിൽ തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുമ്പോൾ അവിടെ 3 വ്യക്തികളല്ല എന്നാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ പ്രസംഗമൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും കാര്യമില്ല. ഞങ്ങൾ പരസ്പര വിരുദ്ധമായിട്ട് ആരും പറയുന്നില്ല. ഞങ്ങള് പറയുന്ന വിഷയം സർവശക്തനായ ദൈവത്തിനൊരു നാമമുണ്ട്. അത് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി സ്വീകരിച്ച നാമമാണ്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 22:16 കാണുന്നത്, ഇനി താമസിക്കുന്നതെന്ത്, എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങൾ കഴുകിക്കളക എന്ന് പൗലോസ്ലിഗയോട്, അല്ലെങ്കിൽ പൗലോസിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഞാൻ വായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18 മുതൽ ഒരു സ്ത്രീയെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളത് ശ്രദ്ധിക്കണം. 2:18 മുതൽ. തുയതൈരിയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിയാലയ്ക്ക് ഒത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18 മുതലാണ് വായിച്ചത്. അഗ്നിയാലയ്ക്കൊത്ത കണ്ണും വെള്ളോടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആഴത്തിലും ഏറെ എന്ന് പറയുന്നു. എങ്കിലും അവിടെ തുയതേരിയ സഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പരാജയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തു കാണിക്കുക. അതിന്റെ 20-ാം വാക്യം, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന ഒരു സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. മറ്റുള്ളവരെയൊക്കെ നിയന്ത്രിച്ച് ഞാൻ പറയുന്നതാ ശരി, ഇവിടെ ഒരു പാർഷന്മാരെ നിങ്ങൾ അംഗീകരിക്കേണ്ട, പാർഷന്മാരെല്ലാം കള്ളന്മാരാ, അതുകൊണ്ട് എല്ലാ പാർഷന്മാരെയും നിങ്ങൾ വിട്ടേക്കുക. നിങ്ങൾക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നാനപ്പെടുത്താം, ഭർത്താവിന് അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി വന്നാൽ ആർക്ക് വേണമെങ്കിൽ സ്നാനപ്പെടുത്തിക്കോ. ധാരെ അധികാരം. ഇത് ഞാൻ മാത്രമേ ഉള്ളൂ വിശ്വസ്തയായിട്ടുള്ള ഒന്ന്, ബാക്കിയുള്ളവരെല്ലാം വെറും ചവറാണ്. ഈ ആത്മാവ് എവിടുന്ന് വന്നു? ഇതാണ് നിഗളത്തിന്റെ ആത്മാവ്. ഈ നിഗളത്തിന്റെ ആത്മാവ് തന്നെയാണ് ലൂസിഫറിലും ഉണ്ടായിരുന്നത്.
അപ്പൊ ആത്മാക്കൾ പിൻപറ്റുന്ന ജനത്തോട് ഞാൻ പറയുന്നു, ഈ ഇങ്ങനെയുള്ള ആത്മാവിനെ തിരിച്ചറിയാനുള്ള ബോധം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാകും, സംഭവിക്കും. നിങ്ങൾക്ക് കർത്താവിങ്കൽ നിന്ന് ഒന്നും ലഭിക്കുകയില്ല. ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഏതാ? ഇങ്ങനെയുള്ള സ്ത്രീകൾ. അപ്പോൾ എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യും. തെറ്റിച്ചു കളയുക. തെറ്റിന്റെ ആത്മാവ് പലതും കണ്ടിട്ടുണ്ട്, പലതും ഞങ്ങൾക്കറിയാം. തെറ്റിച്ചു കളയുക. ആരാധനാ വിഷയത്തിൽ ദൈവദാസന്മാരെ അല്ലെങ്കിൽ ദൈവവാക്യ ഇടയന്മാരുണ്ട്, അതുകൊണ്ട് എല്ലാം കപല ഇടയന്മാരാണെന്നുള്ള ഇങ്ങനെയുള്ള പൊള്ളയായ വാക്കുകൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിച്ചു കളയുന്ന ഒരാത്മാവ്, അത് ഇസബേലിന്റെ ആത്മാവാണ്. അതാണ് ഇവിടെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. പിന്നെ അടുത്ത വാക്യം കൂടെ ശ്രദ്ധിക്കണം. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. മാനസാന്തരപ്പെടാൻ അവൾക്ക് നമുക്ക് ഇസബേലിനെ കാണാൻ കഴിയുന്ന രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണാം. ഒരു ദുഷ്ടന്റെ ഭാര്യയായിട്ട് ആഹാബ് എന്ന് പറയുന്ന ദുഷ്ടരാജാവിന്റെ, ഒരു യഹൂദ രാജാവിന്റെ ഭാര്യയായ ഒരു ജാതീയ സ്ത്രീയെ യഹൂദ രാജാവായ ഇസ്രയേലിലെ രാജാവായിരുന്ന ആഹാബ്, അപ്പൊ ആ ഇസ്രയേലിൽ കടന്നു ചെന്ന് ഒരു ജാതീയ സ്ത്രീ അധികാരം നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുമ്പോൾ അറിയാം. അവളുടെ ദുരന്തവും നമുക്കറിയാം, അവൾക്ക് ഒടുവിൽ സംഭവിച്ചത്. ഇവിടെ തന്നെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സായില്ല. എന്താ ഈ ദുർനടപ്പ്? ദൈവവചനത്തിനും ദൈവസഭയ്ക്കും ഒരു വ്യവസ്ഥയുണ്ട്. ദൈവം ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും ഇടയന്മാരായും സുവിശേഷകന്മാരായും ഉപദേഷ്ടാക്കന്മാരായും തിരഞ്ഞെടുത്തിരിക്കുന്നത് വെറുതെ അല്ല. അത് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അവരാണ് കാര്യങ്ങൾ നടത്തേണ്ടത്. അല്ലാതെ ഇസബേൽ എന്ന് പറയുന്ന ഒരു ദുരാത്മാവ് ബാധിച്ച ഒരു സ്ത്രീ അല്ല ദൈവസഭ നയിക്കേണ്ടത്, ശുശ്രൂഷ ചെയ്യേണ്ടത്. ഞാനിവിടെ സാക്ഷ്യം പറയുകയും പ്രബോധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അനേക പെന്തക്കോസ് സഹോദരിമാരെ എനിക്കറിയാം. നല്ല മാതൃകയോടെ, ദൈവഭയത്തോടെ തന്നെ, കുഞ്ഞുകളിയൊന്നുമില്ലാതെ കനശാലിത്വത്തോടു കൂടി തന്നെ അവര് നിറവേറ്റുന്നത് ഞങ്ങൾ അഭിമാനത്തോടെ കാണുന്നുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. എന്നിട്ട് പറയുക, ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വ്യഭിചാരത്തെ കുറിച്ചല്ല, ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ദൈവവചനത്തിൽ ഇല്ലാത്ത അപ്പോസ്തലന്മാർ ചെയ്യാത്ത പ്രവർത്തികള് ഇങ്ങനെ ചെയ്തോ കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്ന ഈ ആത്മാവാണ് വ്യഭിചാരത്തിന്റെ ആത്മാവ്. മനസ്സിലാകുന്നവർക്ക് വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ഒരു വ്യഭിചാരത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അവളുമായി വ്യഭിചാരം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ അവളുടെ വാക്ക് കേട്ട് അവള് പറയുന്നതാണ് ദൈവത്തിന്റെ വാക്കെന്ന് ചിന്തിച്ച് മുൻപോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും ശിക്ഷയുണ്ടാകുമെന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമാക്കി പഠിപ്പിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കണം. വളരെ ദുഃഖത്തിലായി തീരും. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. പിൻപറ്റുന്നവരും വലിയ കഷ്ടതയിൽ പോകുവാൻ സാധ്യതയുണ്ട്. ഈ പോക്ക് പോയാൽ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള
എല്ലാ രീതിയിലും മറ്റുള്ള സഭകൾ തകരത്തക്ക വിധത്തിലും ദൈവമാക്കിയിരിക്കുന്ന ദൈവ വേലക്കാരെ അപമാനിക്കത്തക്ക വിധത്തിൽ നിരന്തരം അവർക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ടും ദൈവിക ശുശ്രൂഷയ്ക്ക് കൊടുക്കേണ്ട ഗൗരവം കൊടുക്കാതെ അത് വെറും കളി തമാശ പോലെ, അത് സന്തോഷം കൊണ്ടാണ് ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ചിരിച്ചും കളിച്ചും നടക്കുന്ന ഈ പ്രവണത ഒരിക്കലും ആത്മീയമല്ല, അത് ആത്മാവ് മറ്റൊന്നാണ് എന്ന് പറയാതിരിപ്പാൻ തരമില്ല. അംഗീകരിക്കാൻ പറ്റുന്നവർക്ക് അംഗീകരിക്കാം. ദൈവവചനത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു സ്നാനമാണ് റീന എന്ന് പറഞ്ഞ പെൺകുട്ടി അവിടെ ചെയ്തത്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, തുയതേരിയ സഭയ്ക്ക് പറ്റിയ അബദ്ധം എന്താണ്? നിങ്ങൾക്ക് പറ്റരുത്. അവൾ ഒരു സ്ത്രീയെ അനുവദിച്ചു. ആ സ്ത്രീക്ക് വായിക്ക് വരുന്ന ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത്. അതൊരു ദുഷ്ടരാജാവിന്റെ, ആഹാബ് എന്ന് പറയുന്ന രാജാവിന്റെ ഭാര്യയായിരുന്നു. അപ്പോ ആ സ്ത്രീക്ക് അതിര് കവിഞ്ഞ സ്വാതന്ത്ര്യം തുയതേരിയ സഭ കൊടുത്തു, ദൈവം മുന്നറിയിപ്പും കൊടുത്തു. അതാണ് ഞങ്ങൾ ദൈവത്തിന്റെ വചനത്തിലൂടെ ഞങ്ങളുടെ മാന്യ സ്നേഹിതരോട് പറയുവാനുള്ളത്. അപ്പോൾ ഇതിനെ എടുത്തുകൊണ്ട് ഇത് ഒരു വലിയ യേശുക്രിസ്തുവിന്റെ നാമക്കാർക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ട് പലരും ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ നടത്തുന്ന സ്നാനം അങ്ങനെയല്ല. നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന അവർ നടത്തുന്ന സ്നാനം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഒരിക്കലും ഒരു സ്ത്രീ ഇറങ്ങി തന്റെ ഭർത്താവിനെയോ, ഇന്ന് അതിന്റെ ആവശ്യമില്ല. ഇന്ന് എവിടെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നവരുണ്ട്. ഒരു കാലത്ത് അത് ഇല്ലാതിരുന്ന സമയത്ത് ചിലര് അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ദൈവം ആക്കി വെച്ച, ദൈവം നേരിട്ട് അഭിഷേകം കൊടുത്ത അപ്പോസ്തലന്മാര് ഒരുപക്ഷെ അവര് തമ്മിൽ സ്നാനപ്പെടുത്തിയിട്ടുണ്ടാകാം. അതിന് വ്യക്തമായിട്ടുള്ള തെളിവൊന്നുമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനൊരു വാദത്തിന് വേണ്ടി തുനിയുന്നില്ല. എന്നാൽ ഇന്ന് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ മാത്രമേ ഇവിടെ വിശുദ്ധയായിട്ടുള്ളൂ. എന്നെ സ്നാനപ്പെടുത്തുവാൻ പറ്റിയ ഒരാളെ കണ്ടുകിട്ടാൻ വേണ്ടി കാത്തിരുന്നു. കണ്ടുകിട്ടിയതോ സ്നാനപ്പെടാത്തൊരു വ്യക്തി. പുള്ളി സ്നാനപ്പെട്ടില്ല. സ്നാനപ്പെടാത്ത വ്യക്തി രണ്ടുപേരെ സ്നാനപ്പെടുത്തി, എന്നിട്ട് ഭാര്യ തലയ്ക്ക് വെച്ച് സ്നാനപ്പെടുത്തി. ഇത് ഏത് പാരമ്പര്യവും ഏത് വ്യവസ്ഥയാണെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. ഏതായാലും ഇത് വചനത്തിന് ഘടകവിരുദ്ധമാണ്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങള് ഈ മാതൃകയുള്ള സഭയെ, അല്ലെങ്കിൽ നല്ല ഓർഡർ അനുസരിച്ച് പോകുന്ന സഭയെ ഞങ്ങൾ മാനിക്കുന്നു. ഇവിടെ പല പെന്തക്കോസ് പ്രസ്ഥാനങ്ങളും വളരെയധികം നല്ല പാസ്റ്റേഴ്സും അതുപോലെ തന്നെ സുവിശേഷന്മാരും അവർക്ക് ചെയ്യാവുന്ന, അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവർ വിളിച്ചു പറഞ്ഞ് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നു. ഞങ്ങൾക്ക് അവരോടുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഏകദൈവ വിശ്വാസവും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം എന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളിലും ഏറെക്കുറെ ഇവിടുത്തെ ഏകദൈവ വിശ്വാസികളും ഇവിടുത്തെ ബന്ധക്കോസുകാരും ഒക്കെ ഒരേ രീതിയിലാണ് പോകുന്നത്. സ്നാനം എന്നുള്ള വിഷയം അത് ഗൗരവമുള്ള വിഷയമാണ്. അത് അതിപ്രധാനമായിട്ടുള്ള വിഷയമാണ്. അതിൽ മാനസാന്തരം അടങ്ങുന്നത് കൊണ്ട് മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വർഗത്തിലെ കർത്താവ് കൊടുക്കുന്നത്. അതൊക്കെ വളരെയധികം അംഗീകരിക്കുന്നുണ്ട്. സ്നാന വിഷയത്തിലും ഏകദൈവ വിശ്വാസത്തിലും മാത്രമേ ഈ ബന്ധക്കോസ് പ്രസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് എതിർക്കുവാനായിട്ട് അവരോട് വിയോജിപ്പുള്ളൂ. ബാക്കി അവരുടെ ലീഡർഷിപ്പ്, അവരുടെ നിയന്ത്രണം, ഓർഡർ ഇല്ലാതെ ആർക്ക് എന്തെങ്കിലും കാണിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാം, അങ്ങനെയും കാണിക്കാം, ഇങ്ങനെയും കാണിക്കാം എന്ന് പറഞ്ഞ കുത്തഴിഞ്ഞ പുസ്തകം പോലെ പോകുന്നത് ഒരിക്കലും ദൈവികമല്ല, അത് പൈശാചികമാണ്.
അതുകൊണ്ട് ദൈവവചനത്തിലൂടെ ഉള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് വലിയ മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ആദം അല്ല സ്ത്രീ അത്ര ആദ്യം വഞ്ചിക്കപ്പെട്ടത് എന്ന് പൗലോസ് വ്യക്തമായി തെളിയിക്കുന്നുണ്ട്. 1 തീമോഥെയോസ് 2:14 നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം പല വ്യാജ മതങ്ങളും ഉണ്ടായിട്ടുള്ളത് സ്ത്രീകൾ നിമിത്തമായിട്ടാണ്. പുരുഷന്മാർ നിമിത്തമായിട്ട് വ്യാജമതങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. വ്യാജമതങ്ങൾ പുരുഷന്മാർ നിമിത്തമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഈ റീന എന്ന് പറയുന്ന പെൺകുട്ടി നടത്തിയ സ്നാനം ഞങ്ങളുടെ യേശുക്രിസ്തുവിന്റെ നാമക്കാരുടെ തലയിലേക്ക് ആരും വെക്കേണ്ട. അവര് നടത്തിയ തികച്ചും അപ്പോസ്തോലികമല്ല. ഒറ്റ കാര്യം മാത്രം, യേശുക്രിസ്തുവിന്റെ നാമം അവിടെ ഉച്ചരിച്ചു, അത് ബൈബിളിലുള്ളതാണ്. അല്ലെങ്കിൽ യഹോശുവ മശീഹയുടെ നാമം അവരുച്ചരിച്ചു, അത് ബൈബിളിലുള്ളതാണ്. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ദൈവവചനത്തിന് വിരുദ്ധമാണ്, അത് പൈശാചികമാണ്, അത് ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാലല്ല. ഒരു കുഞ്ഞുകുളി, ഒരു കുഞ്ഞുകളി, ഒരു കുഞ്ഞുകുളി നടത്തി, അത്രയേ ഉള്ളൂ. ഇങ്ങനെയൊന്നും നടത്തിയാൽ ദൈവരാജ്യത്തിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് കാര്യങ്ങൾ ഗൗരവമായിട്ട് മനസ്സിലാക്കി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18 മുതൽ താഴോട്ട് വായിച്ച് അതൊരു മുന്നറിയിപ്പായിട്ട് ദൈവത്തിന്റെ ദൂതായിട്ട് അംഗീകരിച്ച് മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന് യോഗ്യമായിട്ടുള്ള ഫലം കായ്ച്ച് മാനസാന്തരപ്പെടുന്നവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവിക ശുശ്രൂഷയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഗൗരവവും അതിൻ്റെതായിട്ടുള്ള വിലയും ദൈവഭയവും അവർക്കുണ്ടായിരിക്കണം. അങ്ങനെ മുൻപോട്ട് പോയി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഈ അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങൾ ഉണ്ടാകും കേട്ടോ. ഇങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങൾ ഉണ്ടാകും. ഏറ്റവും കൂടുതൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിലേക്ക് വന്നിട്ട് ആ നാമക്കാരുടെ ഇടയിൽ ഇങ്ങനെ കാണിക്കുന്നു എന്ന് വരത്തക്ക വിധത്തിലുള്ള അന്ത്യകാലത്ത് സാത്താൻ വലിയ പരിശ്രമങ്ങൾ നടത്തും. അതിലൊന്നും ഞങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ അതിൽ ക്ഷീണിക്കില്ല. ഞങ്ങൾ ഈ സത്യത്തിന് വേണ്ടി കർത്താവിന്റെ കാഹളനാദം വരെ, അല്ല ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ നിലനിൽക്കും. അതിനായി ഞങ്ങൾ യത്നിക്കും. ഇപ്പോൾ ഈ JCNDSD ഗ്രൂപ്പിലൂടെ ഞങ്ങൾ തുറന്നു പറയുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടിയിരിക്കട്ടെ. അന്ത്യകാലമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് തിരുസഭയുടെ അംഗമായി നിങ്ങളുടെ ജീവിതത്തെ പുതുക്കി മാനസാന്തരത്തിന് യോഗ്യമായിട്ടുള്ള ഫലം കായ്ച്ച് മുൻപോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.